പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന മണിക്കൂറുകളാണ്. ഇറാൻ അവരുടെ പ്രതികാര നടപടി, അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ പ്രതികാര നടപടി ആയി ഈ മേഖലയിലുള്ള അമേരിക്കൻ ക്യാമ്പുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആക്രമണം അവർ തുടങ്ങിക്കഴിഞ്ഞു. പ്രോമിസ് ഓഫ് വിക്ടറി എന്ന് പേരിട്ടിരിക്കുന്ന ആ ആക്രമണം ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നടന്നത് ഖത്തറിലേക്കാണ്. ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പ് അൽ ഉദൈദ്, ഖത്തറിലെ ദോഹയിലുള്ള, തലസ്ഥാനമായ ദോഹയിലുള്ള അൽ ഉദൈദിലേക്ക് 10-ലധികം മിസൈലുകൾ പായിച്ചുവെന്നാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ സങ്കീർണമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തി 48 മണിക്കൂർ പിന്നിടും മുൻപ് തന്നെ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച തങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്, ഈ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കയറി ഞങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ പേ, നിങ്ങളതിന് പേ ചെയ്യേണ്ടി വരും, നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും, പകരം കൊടുക്കേണ്ടി വരും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന്, പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് 40,000-ലധികം സൈനികരുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളുടെ 40,000 ടാർഗറ്റുകളാണ്. ആ 40,000 ടാർഗറ്റുകളിലേക്കും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ ക്യാമ്പുകൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ഖത്തർ എന്ന രാജ്യത്ത്, ഈ പശ്ചിമേഷ്യയിലെ ചെറിയൊരു രാജ്യമാണ് ഖത്തറും, വലിയ രാജ്യമൊന്നുമല്ല. ഖത്തർ എന്നൊരു രാജ്യത്ത് അതിന്റെ തലസ്ഥാനമായ ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്ക CC എന്ന് വിളിക്കുന്ന സെൻട്രൽ കമാൻഡ് അടങ്ങുന്ന അവരുടെ താവളം ഏതാണ്ട് 14,000-ഓളം 13,000-ലധികം സൈനികർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുന്നു ഇറാൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഗൌരവപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഖത്തർ തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് നേർക്കുള്ള, ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ് എന്നാണ്. അപ്പൊ ആ നിലയ്ക്കൊക്കെ പശ്ചിമേഷ്യയിൽ തന്നെ വലിയ അശാന്തി പടർത്തുന്ന, അസ്വസ്ഥത പടർത്തുന്ന സങ്കീർണമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ഇതിൽ 3 മിസൈലുകളെങ്കിലും ഖത്തറിൽ പതിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ. ഇപ്പോൾ നമുക്ക് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ആഗ്രഹമോ പശ്ചിമേഷ്യയിലെ മലയാളികളെ ആശങ്കപ്പെടുത്താനുള്ള തരത്തിലൊന്നുമല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. മറിച്ച് ഇന്ത്യൻ എംബസി തന്നെ, ഈ രാജ്യങ്ങളിലെയൊക്കെ ഇന്ത്യൻ എംബസികൾ തന്നെ കൃത്യമായിട്ടും ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ അമേരിക്ക നേരത്തെ തന്നെ ഇവിടങ്ങളിലുള്ള അവരുടെ പൌരന്മാർക്ക് അതുപോലെ സൈനികർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഖത്തറിലും അത്തരത്തിൽ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടരണം, സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന നിലയിൽ. ബഹ്റൈനിലും അതുപോലെ തന്നെ അമേരിക്കൻ സൈനികർക്കൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അമേരിക്ക തന്നെ കരുതിയിട്ടുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ആക്രമണം നടന്ന് 48 മണിക്കൂറിനകമാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. അത് മറ്റൊരു ആക്രമണം പറയപ്പെടുന്നത്, അവിടേക്കും ആക്രമണം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അത് ഇറാഖിലെ പ്രധാനപ്പെട്ടൊരു അമേരിക്കൻ താവളത്തിന് നേരെയാണ്. ഐൻ അൽ അസദ് നേരത്തെയും പലതവണ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 5 വർഷങ്ങൾക്ക് മുമ്പ് ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ഈ ഐൻ അൽ അസദിലേക്ക് ഇറാൻ 40 മിസൈലുകൾ പായിച്ചിട്ടുണ്ട്. അത് ഇറാന്റെ ഖുദ്സ് ഫോഴ്സിന്റെ മേധാവി ഖാസിം സുലൈമാനിയെ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ഈ സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷമുള്ള ഒരു പുലർച്ചെ 2.5 മണിക്കൂർ നീണ്ടുനിന്നൊരു ഓപ്പറേഷൻ ഐൻ അൽ അസദിലേക്ക് നടത്തിയിട്ടുണ്ട്. അവിടെയും ആക്രമണ ഭീഷണിയിലാണ്. അതുപോലെ ബഹ്റൈനിലെ ഒരു വളരെ കുഞ്ഞു രാജ്യമാണ്. ബഹ്റൈനിലെ അമേരിക്കൻ താവളത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ്, അവിടെ പലയിടങ്ങളിലും സൈറൻ മുഴങ്ങി എന്നുള്ള വാർത്തകളൊക്കെ പശ്ചിമേഷ്യയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈറ്റിലും 13,000-ലധികം സൈനികരുണ്ട്. അവിടെ അമേരിക്കയ്ക്ക് വലിയൊരു സൈനിക താവളം തന്നെയുണ്ട്. അവിടേക്കും ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം എന്നുള്ള നിലയിലുള്ള മുന്നറിയിപ്പുകളും, അതുപോലെ അവിടെയും സൈറണുകൾ ഒക്കെ മുഴങ്ങിയതായുള്ള വാർത്തകളൊക്കെ വരുന്നു. മറ്റു പല രാജ്യങ്ങളിൽ, തുർക്കിയിൽ വരെ അമേരിക്കയ്ക്ക് ക്യാമ്പുകളുണ്ട് എന്നുള്ളതാണ്. സൈപ്രസിലുണ്ട്, ജോർദാനിലുണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ, ഒമാനിലുണ്ട്. അപ്പോ വല്ലാത്തൊരു ഭീതിതമായ സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുന്നു എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്താനല്ല, മറിച്ച് ഇത് ഏത് തരത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദങ്ങൾ തന്നെ, പ്രത്യേകിച്ചും ഇറാനുമായുള്ള സൗഹൃദം, സൗദി അറേബ്യയ്ക്ക് ഇപ്പം നല്ല തരത്തിൽ
ഇറാനുമായി നല്ല സൗഹൃദം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ചൈനയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. അതുപോലെ ഇതിനകത്ത് അമേരിക്ക ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി വളരെ ഗൗരവത്തോടെ ബാക്കിയുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ സുരക്ഷാ കൌൺസിൽ യോഗമൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ഇതിന് തിരിച്ചടിയായി വീണ്ടും ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഇറാന് തിരിച്ചു ചെയ്യാൻ പറ്റുന്നത് അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുക എന്നുള്ളതാണല്ലോ. തൊട്ടടുത്ത് കിടക്കുന്ന അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്കൻ ക്യാമ്പുകളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും പശ്ചിമേഷ്യയുടെ സമാധാന അന്തരീക്ഷത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള സംശയമുയരുന്ന സമയമാണ്. ഖത്തർ വ്യോമാതിർത്തി അടച്ചു എന്നുള്ള വാർത്ത. UAE ക്യാമ്പുണ്ട്. UAE വ്യോമാതിർത്തി അടച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ വിമാന ഗതാഗതത്തിൽ തന്നെ തടസ്സപ്പെടാനുള്ള സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പൊ ഇന്ന് പകൽ വന്നൊരു വാർത്ത, സിറിയയിലെ സൈനിക കേന്ദ്രത്തിന് നേർക്ക്, അമേരിക്കൻ ക്യാമ്പിന് നേർക്ക്, അമേരിക്കൻ മിലിറ്ററി ബേസിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നൊരു വാർത്തയൊക്കെയാണ്. ഇപ്പോൾ ഇതില് കൃത്യമായിട്ടും ഇങ്ങനെയുള്ള തിരിച്ചടികൾ നൽകിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ എന്താണോ ഇസ്രയേൽ ഉദ്ദേശിച്ചിരുന്നത്, എന്താണോ നെതന്യാഹു ഉദ്ദേശിച്ചിരുന്നത്, അത് സംഭവിക്കുന്നു എന്നുള്ള ആശങ്കയാണ്. ആ ആശങ്കയാണ് ഒരുപക്ഷെ ലോകത്തിന്റെ മനസ്സിൽ ഉണ്ടാവുക. അമേരിക്കയെ കൃത്യമായിട്ടും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുകയും ഇറാനെ നിലംപരിശാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ നെതന്യാഹുവിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നെതന്യാഹു കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇന്നും അവിടുത്തെ സൈനിക മേധാവിയും ഒക്കെ അതിശക്തമായി പറഞ്ഞിരുന്നു, അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഒക്കെ പറഞ്ഞിരുന്നത്, ഒരു ഓപ്പറേഷന് മുന്നിലും കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ ആക്രമണങ്ങൾക്കും എല്ലാ തരത്തിലുള്ള അധിനിവേശത്തിനും തിരിച്ചടി നൽകും. യു വിൽ പേ എന്ന വാക്കാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നെതന്യാഹു മുട്ടുമടക്കും വരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ, ഇറാനും ഇസ്രയേലും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ്. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ പലയിടങ്ങളിലേക്കും കഴിഞ്ഞ മണിക്കൂറുകളിലും ഇറാൻ ആക്രമണം നടത്തി. അതേസമയം ടെഹ്റാൻ അടക്കമുള്ള ഇറാന്റെ വിവിധയിടങ്ങളിലേക്ക് ഇസ്രയേലും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. ഇറാനാണെങ്കിൽ അവരുടെ ന്യൂജൻ മിസൈലുകൾ, അത്യാധുനിക മിസൈലുകൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരമായി കൂടി ഇതിനെ കാണുന്നു. ഖൈബർ ഷെക്കാൻ അടക്കമുള്ള മിസൈലുകൾ വെച്ച് ഫത്ത അടക്കമുള്ള മിസൈലുകൾ, മൾട്ടി വാർഹെഡ് മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുന്ന മണിക്കൂറുകളിലാണ് ഖത്തറിലേക്ക്, ദോഹയിലേക്ക് തന്നെ ഇറാന്റെ ആക്രമണം അത് അമേരിക്കൻ ക്യാമ്പിലേക്കാണെങ്കിൽ പോലും ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. വരുന്ന മണിക്കൂറുകൾ സ്വാഭാവികമായും കുറച്ച് ആശങ്കയുടേതാണ്. പ്രവാസികളായ മലയാളികൾ, പ്രവാസികളെല്ലാം പരമാവധി ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഈ ക്യാമ്പുകൾ, നിങ്ങൾക്ക് അറിയാൻ കഴിയുമായിരിക്കുമല്ലോ, ഈ ക്യാമ്പുകളുടെ ഒക്കെ സമീപങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ പരമാവധി ജാഗ്രത പാലിക്കുക. ആശങ്ക ഒഴിവാക്കുക. ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, എങ്കിലും പരമാവധി ജാഗ്രത പാലിക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇന്ത്യൻ എംബസിയും നൽകുന്നത്. അപ്പോൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന്. അതുപോലെ അമേരിക്ക എന്ത് തീരുമാനത്തിലേക്ക് വരുന്നു, ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആശങ്കയോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ലോകം ഇരിക്കുന്ന ഒരു രാത്രിയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം.